ഒരു നമ്പർ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് ഫുൾ കാൽക്കുലേഷൻ ചെയ്യാതെ തന്നെ നമുക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ടൈം സേവ് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള ട്രിക്സുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മളവിടെ 7 കൊണ്ട് ഒരു നമ്പർ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാനായിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ആ നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയല്ല ചെയ്യുക. അതിന് നമുക്ക് ചെറിയ ചെറിയ ട്രിക്കുകളുണ്ട്. ഇന്ന് നമ്മൾ അത്തരം ട്രിക്കുകളാണ് പഠിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിസിബിലിറ്റി റൂൾസ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിവിസിബിലിറ്റി റൂൾസ് ആണ്. ഡിവിസിബിലിറ്റി റൂൾസ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നമ്പർ സിസ്റ്റത്തിന്റെ ബേസിക്സുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇന്ന് അതിന് ബേസ് ആയിട്ട് വരുന്ന ആ നമ്പർ സിസ്റ്റത്തിന് തന്നെ ബേസ് ആയിട്ട് വരുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡിവിസിബിലിറ്റി റൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒരു നമ്പർ കിട്ടിയെന്ന് വിചാരിക്കാം. ആ നമ്പറിനെ ഒരു മറ്റൊരു നമ്പർ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ ഇത്തരത്തിലുള്ള എക്സാമുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫുൾ ഡിവിഷൻ, ഫുള്ളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് എന്തല്ല, അത് പോസിബിൾ അല്ല, ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ടുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. സോ അധികം ലേറ്റ് ആക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ട്രിക്സിലേക്ക് കടക്കാം. സോ ഫസ്റ്റത്തത് റൂൾ ഓഫ് 2. ഒരു നമ്പർ 2 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇത് വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു നമ്പർ 2 വെച്ച് ഡിവിസിബിൾ ആവണമെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആയിരിക്കണം. അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഈവൺ നമ്പർ ആയിരിക്കണം. ഈവൺ നമ്പർ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അത് 0-ൽ എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് 2-ൽ എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് 4-ൽ എൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് 6 ആയിരിക്കണം, 8 ആയിരിക്കണം. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 128. ഇത് 2 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ഇതാ ലാസ്റ്റത്തെ ഡിജിറ്റിങ് എടുക്കുക. അതെന്താണ്? 8 ആണ്. അതൊരു ഈവൺ നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും? 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, എത്രയേ ഉള്ളൂ 2 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് പോകാം, 3യുടെ ട്രിക്കിലേക്ക് പോവാം. 3 വെച്ച് ഡിവിസിബിൾ ആണോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ 3 വെച്ച് ഒരു നമ്പർ ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള എന്താണ് അവിടെയുള്ള ട്രിക്ക് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 123 എടുക്കാം. 123. അപ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ ഓരോ ഡിജിറ്റും ഇങ്ങ് എടുക്കാം. 1 ഒരു ഡിജിറ്റ് ആണ്, 2 ഒരു ഡിജിറ്റ് ആണ്, 3 ഒരു ഡിജിറ്റ് ആണ്. ഡിജിറ്റ്സ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1 + 2 എന്ന് പറയുന്നത് 3 ആണ്. 3 + 3 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോ ഈ 6 എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. തീർച്ചയായിട്ടും ആണ്, അല്ലേ? കാരണം 3ന്റെ മൾട്ടിപ്പിൾ ആണ് 6 എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ കിട്ടുന്ന ഡിജിറ്റ്സിന്റെ സം എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് പറയാം ഈ 123 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 3 ആണ്. ഓക്കെ, അപ്പൊ 3യുടെ ട്രിക്ക് എന്താ? നമ്മൾ ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു. ആ കിട്ടുന്ന സം എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തതെന്ന് പറയുന്നത് 4ന്റെ ട്രിക്കാണ്. ഓക്കെ, റൂൾ ഓഫ് 4 ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു നമ്പർ എടുക്കാം, 1316 എടുക്കാം. ഇവിടെ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കണമെങ്കിൽ നമ്മൾ 2 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കുക, ലാസ്റ്റ് ഡിജിറ്റ് മാത്രം കൺസിഡർ ചെയ്തു. ഇവിടെ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കണമെങ്കിൽ നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റിങ് എടുക്കും. ഓക്കെ, അതെത്രയാണ്? 16 ആണ്. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 16 എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. നമുക്കറിയാം അല്ലേ, 16നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു കംപ്ലീറ്റ് നമ്പർ ആയ 4 തന്നെ കിട്ടും. സോ അതുകൊണ്ട് തന്നെ 16 എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഈ 1316 എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ,
ഇതാണ് റൂൾ ഓഫ് 4 എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. അടുത്തതെന്ന് പറയുന്നത് എന്താണ്? റൂൾ ഓഫ് 5 ആണ്. റൂൾ ഓഫ് 5 ആണ്. ഓക്കെ, റൂൾ ഓഫ് 5 വളരെ സിമ്പിൾ ആണ്. നമ്മൾ നമ്പർ സിസ്റ്റത്തിന്റെ ക്ലാസ്സിലും പറഞ്ഞു വെച്ച ഒരു റൂളാണത്. ഉദാഹരണത്തിന് ഇപ്പം ഒരു 145 ഡിവിസിബിൾ ബൈ 5 ആണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ 230 ഡിവിസിബിൾ ബൈ 5 ആണോ എന്ന് നോക്കണം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 5ന്റെ മൾട്ടിപ്പിൾസ് എപ്പോഴും എൻഡ് ചെയ്യുക ഒന്നെങ്കിൽ 0-ലായിരിക്കും അല്ലെങ്കിൽ 5-ലായിരിക്കും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. ലാസ്റ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ 5 ആയിരിക്കണം അല്ലെങ്കിൽ 0 ആയിരിക്കണം. ഇത്തരത്തിലാണെങ്കിൽ തീർച്ചയായും അത് 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. 2 നമ്പർ മാത്രം. ഇതാ, ലാസ്റ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ 0 ആയിരിക്കണം അല്ലെങ്കിൽ 5 ആയിരിക്കണം. അത്തരത്തിലുള്ള നമ്പറുകൾ എപ്പോഴും 5നെ കൊണ്ട് എന്തായിരിക്കും? ഡിവിസിബിൾ ആയിരിക്കും. ഇതാണ് 5ന്റെ റൂൾ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായ റൂളാണ് 5-നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് 6ന്റെ റൂളിലേക്ക് കടക്കാം. 6ന്റെ റൂളും സിമ്പിൾ ആണ്. കാരണം ഉദാഹരണത്തിന് നമുക്ക് 216 അത് 6 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാം. 6 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ നമ്പർ 2 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം, 3 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം. ഒരു നമ്പർ 6 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ ആ നമ്പർ 2 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം, 3 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം. ഓക്കെ, 2 കൊണ്ട് ഡിവിസിബിൾ ആണോ നമ്മൾ എങ്ങനെയാ നോക്കുക? നമ്മൾ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുന്നു. ആ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? ഒരു ഈവൺ നമ്പർ ആണെങ്കിൽ 0, 2, 4, 6, 8 ഇവയിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ തീർച്ചയായിട്ടും അത് 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആണ്. സോ അതെന്താണ്? ഒരു ഈവൺ നമ്പർ ആണ്, അതുകൊണ്ട് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇനി 3 കൊണ്ട് ഡിവിസിബിൾ ആണ് എങ്കിൽ, അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ എന്തായിരുന്നു നമുക്ക് അതിനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്? ഡിജിറ്റ്സ് തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 2 + 1 + 6 എത്രയാണ്? 2 + 1 3, 3 + 6 എന്ന് പറയുന്നത് 9 ആണ്. 9 എന്ന് പറയുന്നത് എന്താണ്? 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ടോട്ടൽ നമ്പർ 216 എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഒരു നമ്പർ 2 കൊണ്ടും ഡിവിസിബിൾ ആണ്, 3 കൊണ്ടും ഡിവിസിബിൾ ആണെങ്കിൽ തീർച്ചയായും അത് 6 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇതാണ് 6 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ട്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇത് ഡൗട്ട് ഒന്നുമില്ലല്ലോ, വളരെ സിമ്പിളായ ട്രിക്കാണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് 7ലേക്ക് പോവാം. 7ന്റെ റൂള്. 7ന്റെ റൂളാണ് ഇതിൽ കുറച്ചൊരു ട്രിക്കിയാണ്. കുറച്ചൊരു രസമുള്ള ഒരു ടൈപ്പ് ഒരു ട്രിക്കാണ്. 7 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. 203 എടുക്കാം. ഓക്കെ, 203 നമ്മൾ എടുത്തു. ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ഈ ലാസ്റ്റ് നമ്പർ ഇങ്ങ് പിക്ക് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് നമ്പർ 3 ആണ്. ആ 3ന്റെ നേരെ ഡബിൾ എടുക്കുക. എത്ര കിട്ടും? 6 കിട്ടും. ഓക്കെ, അപ്പോൾ എന്നിട്ട് 6 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ബാക്കിയുള്ള നമ്പർ ഉണ്ടല്ലോ ഇതിൽ, ദാറ്റ് ഈസ് 20 അല്ലേ? ആ 20യിൽ നിന്ന് ഈ 6ന് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 14 കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് നോക്കിയാൽ മാത്രം മതി? ഈ 14 7 വെച്ച് ഡിവിസിബിൾ ആണോ എന്ന് നോക്കുക. യെസ്, നമുക്കറിയാം അല്ലേ, 7ന്റെ മൾട്ടിപ്പിൾ ആണ് 14 എന്ന് പറയുന്നത്. അപ്പോൾ 14 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്നത് 2 ആണ്. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 203 എന്ന് പറയുന്നതും എന്താണ്? 7 വെച്ച് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. അത്രയേ ഉള്ളൂ. വളരെ എളുപ്പമുള്ള ട്രിക്കാണ്. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, എന്താ ചെയ്യുക? ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുന്നു. ആ ലാസ്റ്റ് ഡിജിറ്റിന്റെ ഡബിൾ കാണുന്നു. ആ കിട്ടിയ ഡബിൾ, ആ വാല്യൂ നമ്മൾ റിമൈനിങ് ആയിട്ടുള്ള നമ്പറിൽ നിന്ന് എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. അപ്പൊ അവിടെ കിട്ടുന്ന മൈനസ് ചെയ്ത് കിട്ടുന്ന ആ ഒരു വാല്യൂ 7 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് പറയാം ഈ വലിയ നമ്പർ എന്താണ്? 7 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. വളരെ സിമ്പിൾ ആണ്. കുറച്ച് രസമുണ്ട് അല്ലേ ഈ 7ന്റെ ട്രിക്ക് ചെക്ക് ചെയ്യാനായിട്ട്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 8ന്റെ ട്രിക്കിലേക്ക് പോവാം. 8ന്റെ ട്രിക്ക്. ഓക്കെ, 8ന്റെ ട്രിക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു നമ്പർ, കുറച്ചൊരു വലിയ നമ്പർ എടുക്കാം.
5 6 1 2 8 ഞാൻ എടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ നമ്മൾ ചെയ്യാം? നമ്മൾ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എടുക്കണം. ലാസ്റ്റ് 3 ഡിജിറ്റ്സ് നമ്മൾ എടുക്കണം. അത് എത്രയാണ്? 128 ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 12ൽ 8 എന്ന് പറയുന്നത് 1 ടൈം ആണ് പോവുക. അവിടെ എത്ര ബാലൻസ് ഉണ്ട്? 8 പോയി കഴിഞ്ഞാൽ 4 ബാലൻസ് ഉണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് എന്തെഴുതാം? ഇതിനെ നമുക്ക് 48 എന്ന് എഴുതാം. 48ൽ എത്ര 8 പോവും? യെസ്, 6 ടൈംസ് പോവും. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 16 അല്ലേ? അത് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ ലാസ്റ്റ് 3 ഡിജിറ്റ്സിനെ അതുകൊണ്ട് കിട്ടുന്ന നമ്പറിനെ നമുക്ക് കംപ്ലീറ്റ്ലി 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇതാ നിങ്ങൾ കണ്ടോളൂ, ഈ വലിയ നമ്പറിനെയും 8 കൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഇതാണ് റൂൾ ഓഫ് 8 എന്ന് പറയുന്നത്. റൂൾ ഓഫ് 8. ലാസ്റ്റ് 3 ഡിജിറ്റ്സ് എടുക്കുന്നു. ആ 3 ഡിജിറ്റ്സ് 8 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ ആ വലിയ കംപ്ലീറ്റ് നമ്പറും 8 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ 8ന്റെ റൂൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 9ലേക്ക് പോവാം. 9. ഓക്കെ, 9 ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ. വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് 729 എടുത്തു എന്ന് വിചാരിക്കാം. 729 എടുത്തു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഇത് 3 അങ്ങ് ആഡ് ചെയ്യാം. ഇതിന്റെ ഡിജിറ്റ്സ് 3 ആഡ് ചെയ്യാം. 7 + 2 + 9 അങ്ങ് ആഡ് ചെയ്യാം. ഇപ്പൊ 7 + 2 + 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 + 2 എത്ര കിട്ടും? 9 കിട്ടും. 9 + 9 18 കിട്ടും അല്ലേ? ഈ 18 എന്ന് പറയുന്നത് എന്തിന്റെ ഡിവിസിബിൾ ആണോ? എന്തുകൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കുക. 9 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കുക. സിമ്പിൾ ആണ്. നമുക്കറിയാലോ 18 എന്ന് പറയുന്നത് എന്താണ്? 9 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. കാരണം എന്താ? ഇതിന്റെ ഡിജിറ്റ്സ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 1 + 8 എത്രയാ കിട്ടുക? 9 ആണ് കിട്ടുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? 9 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 729 എന്താണ്? 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇവിടെ നമുക്ക് ടൈം ലാഭിക്കാൻ വേറെയും വഴികളുണ്ട്. ഇപ്പൊ 729 എടുക്കാം. ഈ ആഡ് ചെയ്താൽ 9 കിട്ടുന്ന പെയേഴ്സിനെ മൊത്തം ഇഗ്നോർ ചെയ്യാം. ഇപ്പം അങ്ങനെയുള്ളൊരു പെയർ ഇവിടെ ഉണ്ട്. ഇതാ 7 2. ഇത് രണ്ടും ആഡ് ചെയ്ത 9 ആണ്. ഇതിന് ഇഗ്നോർ ചെയ്തേക്കാം, നോക്കണ്ട. പിന്നെ ബാക്കി വരുന്ന നമ്പർ ഏതാ? 9 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്? 9 കൊണ്ട് ഡിവിസിബിൾ ആണ്. നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ 9ന്റെ ട്രിക്ക് എന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിളായ ഒരു ട്രിക്കാണ്. ഇപ്പം കുറച്ചുകൂടി വലിയൊരു നമ്പർ എടുത്താൽ ഇപ്പോൾ ഒരു 72918. നിങ്ങളിങ്ങനെ 7 + 2 + 9 + 1 + 8 ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 9 ആഡ് ചെയ്താൽ 9 വരുന്ന പെയേഴ്സ് പിക്ക് ചെയ്യാം. 7 + 2 അല്ലേ? 1 + 8. ഓക്കെ, ഇങ്ങനെ വരുന്ന പെയേഴ്സ് നമുക്ക് ഇഗ്നോർ ചെയ്യാം. ബാക്കി എന്തേ വരുന്നുള്ളൂ? 9 വരുന്നുള്ളൂ. അങ്ങനെ ബാക്കി 9 ആണ് വരുന്നതെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 9 ആയിരിക്കും. ഓക്കെ, അത്തരത്തില് നമുക്ക് വേണ്ടത് ട്രിക്കുകളാണ്, എളുപ്പവഴികളാണ്. അല്ലാതെ ഒരിക്കലും ഈ എക്സാംസിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കുറച്ച് അധിക സമയം എടുത്താൽ നമുക്ക് എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം നമുക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 10ന്റെ ട്രിക്കിലേക്ക് പോകാം. 10ന്റെ ട്രിക്ക് ഞാൻ പറയേണ്ട ആവശ്യം പോലുമില്ല. വളരെ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. ഓക്കെ, ഒരു നമ്പർ 10 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവണമെങ്കിൽ ഇപ്പോൾ ഒരു 1210 അത് 10 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ എന്താണ്? ഏതൊരു ഡിജിറ്റും 10 കൊണ്ട് ഡിവിസിബിൾ ആവണമെങ്കിൽ അത് എൻഡ് ചെയ്യേണ്ടത് 0-ലായിരിക്കണം. തീർച്ചയായിട്ടും അത് 0-ൽ എൻഡ് ചെയ്യണം. അപ്പോൾ ഒരു നമ്പർ 0-ലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 10 ആയിരിക്കും. ഇത്രയേ ഉള്ളൂ 10ന്റെ ഒരു എന്താ പറയാ റൂൾ എന്ന് പറയുന്നത്. സോ വളരെ സിമ്പിൾ ആണ്. അപ്പം നമ്മൾ 2 മുതൽ 10 വരെ ഒരു നമ്പർ അത്തരം 2 മുതൽ 10 വരെയുള്ള നമ്പറുകൾ കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നമ്മൾ ഈസിയായി ചെക്ക് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഒക്കെ ടെക്നിക്കുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? വളരെ നിങ്ങൾ തന്നെ ചെയ്തു തരും. നിങ്ങൾ തന്നെ എനിക്ക് ചെയ്തു തരും. അത്രയും സിമ്പിളാണ്. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ.
456 എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? ഓക്കെ, 456 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? ഒന്ന് ഈ വീഡിയോ പോസ് ചെയ്ത് വെക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അതിനുശേഷം പ്ലേ ചെയ്യുന്നു. ഇതിന്റെ ആൻസർ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. 456 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്ന ടെക്നിക്ക് എന്തായിരുന്നു? അതിന്റെ ഡിജിറ്റ്സ് തമ്മിൽ എന്ത് ചെയ്യാം? യെസ്, വെരി ഗുഡ്. ഡിജിറ്റ്സ് തമ്മിൽ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 4 പ്ലസ് 5 പ്ലസ് 6 ആണ്. 4 പ്ലസ് 5 എന്ന് പറയുന്നത് എന്താണ്? 9 ആണ്. 9 പ്ലസ് 6 എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ടോട്ടൽ 15 ആണ്. 15 എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ? തീർച്ചയായും 15 എന്ന് പറയുന്നത് എന്താണ്? 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ 456 എന്ന് പറയുന്നത് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 1256 എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കണം. 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഒന്ന് പോസ് ചെയ്തേ, എന്നിട്ട് നിങ്ങൾ തന്നെ വളരെ എളുപ്പത്തിൽ ബിലോ 30 സെക്കൻഡ്സ് ഉപയോഗിച്ച് ഇതൊന്ന് ചെയ്തേ. ഓക്കെ, 1256 ആണ്. നമ്മൾ 4 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാൻ നമ്മൾ ചെയ്ത ടെക്നിക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എടുക്കുന്നു. അത് 56 ആണ്. അത് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അത് 4 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാലോ. 56 ഡിവൈഡഡ് ബൈ 4 ആണ്. 5ൽ 4 1 ടൈം പോകും. ബാക്കി അവിടെ ഒരു 1 ഉണ്ട് അല്ലേ? 4 കഴിഞ്ഞാൽ അവിടെ ഒരു 1 ഉണ്ട്. അപ്പൊ ഇതിനെ 16 ആക്കുന്നു. 16ൽ 4 എത്ര ടൈംസ് ആണ് പോവുക? 4 ടൈംസ് ആണ്. യെസ്, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ 1256 എന്ന് പറയുന്നത് വിൽ ബി കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. ഓക്കെ, എളുപ്പമല്ലേ? വളരെ സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തതെന്ന് പറയുന്നത് എന്താണ്? അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് വൺ ആണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് നോക്കാം. 343 ഇത് ഡിവിസിബിൾ ബൈ 7 ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഡിവിസിബിൾ ബൈ 7 ആണോ? വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എങ്ങനെയായിരുന്നു 7 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിരുന്നത്? നമ്മൾ 343 ഇവിടെ എഴുതാം. ലാസ്റ്റ് ഡിജിറ്റ് പിക്ക് ചെയ്യുന്നു, അതാണ് 3 എന്ന് പറയുന്നത്. അതിന്റെ ഡബിൾ എടുക്കുന്നു. 3 × 2 എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. റിമൈനിങ് ഡിജിറ്റ് എന്താണ്? 34 ആണ്. 34ൽ നിന്ന് ഈ 6നെ മൈനസ് ചെയ്യുന്നു, നമുക്ക് കിട്ടും 28 ആണ്. 28 7 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. തീർച്ചയായും ഡിവിസിബിൾ ആണ്. ആൻസർ ഇസ് 4 ആണ്. അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് വാല്യൂ നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് 28 എന്ന് പറയുന്നത് 7 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ 343 എന്ന് പറയുന്നതും 7 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ ഡിവിസിബിലിറ്റി റൂൾസ്. പക്ഷേ ഇത് വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും നിങ്ങളുടെ സമയത്തെ ഇത് വല്ലാതെ എന്ത് ചെയ്യും? സേവ് ചെയ്ത് തരും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂട്ടാനായിട്ട് ഈ ഡിവിസിബിലിറ്റി റൂൾസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കഴിയും. ഒരിക്കലും നിങ്ങൾ ഫുൾ കാൽക്കുലേഷൻ ചെയ്യരുത്. നിങ്ങൾ ഇത്തരത്തിലുള്ള ട്രിക്സുകൾ യൂസ് ചെയ്യാം. ഇത്തരത്തിലുള്ള ട്രിക്സുകൾ യൂസ് ചെയ്തുകൊണ്ട് ഡിവിസിബിലിറ്റി റൂൾസ് യൂസ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്പീഡിനെ 2 or 3 മടങ്ങ് വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഓക്കെ, അങ്ങനെയാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുക LCM-ഉം HCF ഒക്കെയാണ്. സോ അതും ക്വസ്റ്റ്യൻസിൽ വളരെ ഫ്രീക്വൻ്റ്ലി വരുന്ന ടോപ്പിക്കുകളാണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നന്നായിട്ട് കണ്ട് അതിൻ്റെ നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മുന്നേ ചെയ്ത നമ്പർ സീരീസിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നിന്ന് എടുത്ത് കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് ഫോളോ ചെയ്ത്, അതായത് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക.
അപ്പോൾ നന്നായി പ്രിപ്പറേഷൻ തുടരട്ടെ. താങ്ക് യു.